ദീർഘകാലം നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരുപാട് പേര്, പ്രത്യേകിച്ചും വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള അഗ്രിയബിൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് നമ്മുടെ തന്നെ എക്സിസ്റ്റൻസ് ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ. ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയെ അവിടെ ഇല്ല എന്നുള്ളൊരവസ്ഥ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമുക്ക് തോന്നും ഇതെങ്ങനെ ഇങ്ങനെ ഒരു സ്പേസിലേക്ക് എത്തുന്നത് എന്നുള്ളത്. എനിക്ക് യാതൊരു സേയും ഇല്ല, ഒന്നിനും ഒരു അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് പോലും എനിക്കില്ല, ഞാൻ വെറും ഒരു ഷാഡോ ആയി മാറി, ഒരു നിഴൽ പോലെ ആയി മാറി എന്നും എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല എന്നുള്ളൊരു സ്പേസിലേക്കും, ഇപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരു സ്പേസിലേക്കൊക്കെ മാറി എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്? നമ്മൾ ഭയങ്കര അതിശയം തോന്നുന്ന ഒരു കാര്യമായിട്ട് ഒരുപാട് പേർക്ക് ഫീൽ ചെയ്യാം. പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസിനെ പറ്റി മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ തീരെ അവർക്ക് പിടികിട്ടാത്തൊരു കാര്യവും കൂടിയാണ് ഇത്. എങ്ങനെയാണ് ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്? അതിലേക്ക് നമ്മളെ നയിക്കുന്ന ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 5 പാറ്റേൺസിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കാണാനായിട്ട് മറക്കരുത്. ഈ ഒരു വിഷയമായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്താമോ? നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും ബോധിയിലേക്ക് സ്വാഗതം. പലപ്പോഴും അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൻ്റെ ഡൈനാമിക്സ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഇമോഷണൽ അബ്യൂസ് വരുമ്പോഴത്തേക്കും വളരെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഡൈനാമിക്കാണ് അതിൻ്റെത്. കാരണം ആ ഒരു ഉപയോഗിക്കുന്ന മാനിപ്പുലേഷനും അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഈ റോളർ കോസ്റ്ററും എല്ലാം തന്നെ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ്സും ആ ഒരു ക്ലാരിറ്റിയും നമ്മളെ മുന്നോട്ട് പോകാൻ ഒരുപാട് സഹായിക്കുന്നതും. ഈ ഒരു രീതിയിൽ കണക്കാക്കുമ്പോൾ പലപ്പോഴും ഇത്തരം ഡൈനാമിക്സിനെ പറ്റിയിട്ടുള്ള അവയർനെസ്സാണ് നമ്മളെ സഹായിക്കാൻ സാധ്യതയുള്ളത്. ആ ഒരു അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ബോധി ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പലപ്പോഴും നമ്മൾ അറിയുന്നൊരു കാര്യമാണ് അല്ലേ, ഇമോഷണലി അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ സെൽഫ് എന്ന് പറയുന്നതിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്പേസ് എന്നുള്ളത് നമുക്ക് ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പറയും ഞാനല്ലാതായി മാറി, ഞാൻ ഒരു നിഴലായിട്ട് മാറി, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് മുന്നത്തെ ഞാൻ എന്തായിരുന്നു എന്നുള്ളത് എനിക്കിന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, ഇന്ന് ഞാൻ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു എന്ന്. ഇനി കുഞ്ഞിലെ ജനിച്ചപ്പോൾ മുതലേ അങ്ങനെ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിലോ, അപ്പോൾ എന്ത് പറ്റും? റിയൽ ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള ശരിക്കുള്ള ഞാൻ എന്താണ് എന്ന് ഞാൻ അറിയാത്ത പോലെയായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരുപാട് പേർക്ക് അനുഭവപ്പെടുന്നൊരു കാര്യമാണ് ഞാനേ ഇല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എന്ന്. അതായത് എൻ്റെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതാക്കപ്പെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനെന്ന് പറയുന്നൊരു സ്പേസ് അവിടെ ഇല്ല. ഇപ്പം ഞാനെന്നുള്ളൊരു സ്പേസ് ഉണ്ടെങ്കിലല്ലേ ഇനി ഞാൻ അബ്യൂസ് ഏറ്റുവാങ്ങുന്നുണ്ട്, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. ഇത് അതുപോലും ഇല്ലാത്തൊരു സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഞാൻ എന്നുള്ളൊരു എക്സിസ്റ്റൻസ് തന്നെ നെഗേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് എന്ന് ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്. എങ്ങനെയാണ് ഈ ഒരു ഞാൻ പോലും ഇല്ലാത്ത, ഞാൻ എന്നുള്ളൊരു എക്സിസ്റ്റൻസ് പോലും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിച്ചേരുന്നത്? വളരെയധികം നമുക്ക് ഡിഫിക്കൾട്ടാണ് അല്ലേ അങ്ങനെ ഒരു കാര്യം ഇമാജിൻ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ചും ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സാണ് ലൈഫിൽ കൂടുതലും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ആളുകൾക്ക് ഈ ഒരു അവസ്ഥ പോലും ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അവർ ചിന്തിക്കുക എങ്ങനെ ഒരാൾക്ക് അങ്ങനെ ആയി മാറാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് പറയും നിങ്ങൾക്ക് എങ്ങനെ ആവാൻ പറ്റുന്നത്, പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൂടെ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചേക്കാം. പക്ഷേ ആ ഒരു അബ്യൂസിനകത്ത് എത്ര കാലം നമ്മൾ നിൽക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് എത്രമാത്രം തീവ്രതയുള്ള ഒരു അബ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് ഈ സെൽഫ് പോലും ഇല്ലാത്തൊരവസ്ഥ വരിക എന്നുള്ളത് അത്ര അതിശയമുള്ളൊരു കാര്യമല്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു ഡൈനാമിക്കിലേക്ക് നമ്മൾ എത്തുന്നത്? അതായത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഗ്രാൻഡിയോസ് ആണ്, അവർ വളരെ എൻടൈറ്റിൽഡ് ആണ്,
അതായത് ഞാനെന്ന ഭാവം ഭയങ്കരമാണ്, എല്ലാം എൻ്റെ അവകാശങ്ങളാണ്, എൻ്റെ അവകാശങ്ങൾ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ എന്നുള്ള ഒരു മനോഭാവമുള്ളവരും മുൻപിലുള്ള ആളുകളെ ഇൻവാലിഡേറ്റ് ചെയ്യുന്ന, നീ ആരാ എന്നോട് ചോദിക്കാൻ എന്നുള്ള തരം ഇൻവാലിഡേഷനും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ എമ്പതി ഒന്നുമില്ല എന്നുള്ളതൊക്കെ ഇതിനോടകം തന്നെ വീഡിയോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും തിരിച്ചറിവുണ്ടായിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇവർ പലപ്പോഴും എല്ലാവരോടും ഒരുപോലെ അല്ല പെരുമാറുന്നത്. ഇതും നമുക്കറിയാം. അവർക്ക് കിട്ടുന്ന വാലിഡേഷൻ അനുസരിച്ചും ആ വാലിഡേഷൻ അവർ കൊടുക്കുന്ന പ്രയോറിറ്റി അനുസരിച്ചും ഇവരുടെ മനസ്സിൽ അവനവൻ്റേതായിട്ടുള്ള ഒരു ഹൈറാർക്കി ഉണ്ട് എന്നും താൻ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുള്ള ആ ഒരു ഹൈറാർക്കിയിൽ തന്നെക്കാൾ മുകളിൽ നിൽക്കുന്ന ആളുകളോട് അവർക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ വളരെ നന്നായിട്ട് ഒരു നർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്ക് അറിയാമെന്നും തന്നെക്കാളും മോശപ്പെട്ടവരായി കണക്കാക്കുന്നവരോട് വളരെ നെഗറ്റീവായിട്ടാണ് നർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇടപെടുകയെന്നും നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഈ നർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി വളരെയധികം തൻ്റെ കീഴിലാണ്, തൻ്റെ അധികാരത്തിലാണ് എന്നുള്ള രീതിയിൽ കണക്കാക്കുന്ന തന്നെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് തന്നെക്കാളും വളരെ തനിക്ക് നിയന്ത്രിക്കേണ്ടുന്ന ഒരു സാധനമാണ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിൽക്കുമ്പോഴത്തേക്കും അവരോട് ഇടപെടുന്നത് പലപ്പോഴും ഈ ഒരു രീതിയിലാണ്. അവിടെ നമുക്ക് ആ ഒരു സെൽഫ് ഇല്ലാത്തൊരവസ്ഥ, എൻ്റെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥ, ഞാനെന്നൊരു സാധനം, ആ ഒരു കൺസെപ്റ്റേ ഇല്ല എന്നുള്ളൊരു രീതിയിലേക്ക് കടന്നു ചെല്ലുന്നതിൻ്റെ ആദ്യത്തെ റീസൺ എന്നുള്ളത് നർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി നിരന്തരം ആ ഒരു വ്യക്തിയുടെ യോഗ്യതയെപ്പറ്റി, ആ ഒരു വ്യക്തിക്ക് പറയാൻ അവകാശമുള്ള കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇടപെടാൻ അവകാശമുള്ള കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇൻ ജനറലി ആ ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ പറ്റിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇൻവാലിഡേഷനാണ് ആദ്യത്തെ റീസൺ. അതായത് നിനക്കെന്താണ് അവകാശം, നിനക്കിവിടെ എന്ത് യോഗ്യതയാണുള്ളത്, നിനക്കിവിടെ ഇത് പറയാനായിട്ട് യാതൊരു സ്പേസും ഇല്ല, യു ഡോണ്ട് ഡിസേർവ് ദ സ്പേസ് എന്നുള്ള രീതിയിലുള്ള നിരന്തരമുള്ള ഇൻവാലിഡേഷൻ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തിക്ക്, അതായത് ഈ പറയുന്ന അബ്യൂസ് ഏറ്റുവാങ്ങുന്ന വ്യക്തിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തനിക്ക് എന്താ അവകാശം എന്നുള്ളൊരു സ്പേസിലേക്ക് തന്നെ അവരുടെ ചിന്തകൾ മാറിപ്പോവും. ഇവിടെയാണ് സെൽഫ് വർത്ത് എന്നുള്ള കൺസെപ്റ്റ് കടന്നു വരുന്നത്. സെൽഫ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് എത്രമാത്രം മൂല്യമുണ്ട് എന്നുള്ള അവനവൻ്റെ ഒരു ബോധ്യമാണ് സെൽഫ് വർത്ത്. വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം മൂല്യത നമ്മൾ കണക്കാക്കുന്നു എന്നുള്ളതാണ്. സെൽഫ് വർത്ത് എന്ന് പറയുമ്പോൾ അവനവനിൽ തന്നെ എത്രമാത്രം വർത്ത് ഉണ്ടെന്ന് കണക്കാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൽഫ് വർത്ത് എന്നുള്ളത് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം സെൽഫ് വർത്തുള്ള ആൾക്കാരാണ്. താൻ വളരെ അമൂല്യമായിട്ടുള്ളൊരു സംഭവമാണെന്നും താൻ ഒരുപാട് പെർഫെക്റ്റ് ആണെന്നും താൻ ഒരുപാട് കഴിവുകളുള്ള ആളാണെന്നും അല്ലെങ്കിൽ ആ ഒരു സെൽഫ് വർത്ത്, താൻ അർഹിക്കുന്ന ആ ഒരു സെൽഫ് വർത്ത് എന്ന് പറയുന്നത് അത്രയും ഇതാണ്, തന്നെ മറ്റുള്ളവർ ട്രീറ്റ് ചെയ്യുന്നത് മാത്രമാണ് മോശമായിട്ടുള്ളൂ, പക്ഷെ ഞാൻ ആക്ച്വലി വളരെ മൂല്യമേറിയൊരു വസ്തുവാണ്, ഞാൻ വളരെ മൂല്യമേറിയ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ. എന്നാൽ ഈ വിക്ടിംസിനകത്തുള്ള ആൾക്കാരാവട്ടെ പലപ്പോഴും ഈ ഒരു അബ്യൂസ് ഏറ്റുവാങ്ങുമ്പോൾ അവരുടെ ആ ഒരു സെൽഫ് വർത്തിനെയാണ് അവിടെ ഹേർട്ട് ചെയ്യുന്നത്. സെൽഫ് വർത്ത് എന്ന് പറയുമ്പോൾ തനിക്ക് എത്രത്തോളം മൂല്യമുണ്ട് എന്നുള്ളതിനെയാണ് ഹേർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിരന്തരം ഈ പറയുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ സെൽഫ് വർത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നിനക്ക് എന്തറിയാം, നിനക്ക് എന്ത് യോഗ്യതയുണ്ട്, നിനക്ക് ഇങ്ങനെ പറയാൻ എന്ത് അവകാശമുണ്ട്, നീ ഇങ്ങനെ പറയാനും മാത്രം നീ എന്താണ്, നീ ആരാണ്, നീ എൻ്റെ മുമ്പിൽ ആരുമല്ല, നീ വെറും തൃണമാണ് എന്നുള്ള രീതിയിലുള്ള നിരന്തരമായിട്ടുള്ള ഇൻവാലിഡേഷൻ കൊണ്ട് ഈ ഒരു വ്യക്തിയുടെ സെൽഫ് വർത്താണ് നഷ്ടപ്പെടുന്നത്. പലപ്പോഴും ഇതൊരു ഒറ്റയടിക്ക് നടക്കുന്നൊരു സംഭവമല്ല. കൺസിസ്റ്റൻ്റ്ലി നിരന്തരം ചെറിയ 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 സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി ഈ ഒരു വ്യക്തിയുടെ സെൽഫ് വർത്ത് ഏറ്റുവാങ്ങുന്ന പ്രഹരമെന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്തരം ഓരോ പ്രഹരം ഏറ്റുവാങ്ങുമ്പോഴും നമ്മുടെ സെൽഫ് വർത്ത് എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു വ്യക്തിക്ക് ഇനി ആ ഒരു സെൽഫ് വർത്തിനെ സ്വയം അതിൽ വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുമല്ല ചുറ്റിലുമുള്ളത് എന്ന് കരുതുക. അതായത് ഈ ഒരു വ്യക്തിക്ക് സെൽഫ് വർത്ത് ഉണ്ട് എന്ന് സ്വയമേ തന്നെ അഷ്വറൻസ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും പൊതുവിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എത്രമാത്രം വാല്യൂബിൾ ആയിട്ടുള്ള ഒരാളായി പുറമേ ഉള്ളവർ കണക്കാക്കിയാലും അവനവന് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഞാൻ വെറും തൃണം എന്നുള്ളൊരു മനോഭാവം തന്നെയായിരിക്കും. കാരണം ഞാനെന്ന് പറയുന്നത് ഒട്ടും മൂല്യവത്തായിട്ടുള്ളൊരു സാധനമല്ല, ഞാൻ എന്തിനാണ്, ഞാൻ മരിച്ചാലും ജീവിച്ചാലും ഈ ലോകത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല
എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരെ എത്തിച്ചേരുന്നതിന് ഇത് വലിയൊരു റീസണായി മാറാറുണ്ട്. ഇവിടെ ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻവാലിഡേഷൻ, അതായത് ഈ വ്യക്തിയുടെ സെൽഫ് വർത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇൻവാലിഡേഷനാണ് പ്രധാനപ്പെട്ട റീസൺ. ഈ ഒരു ഇൻവാലിഡേഷനിലൂടെ നിനക്കൊരു യോഗ്യതയും ഇല്ല, നീ ആരാണ് ഇതൊക്കെ പറയാൻ, എന്നോടിത് പറയാൻ നീ ആരാണ്, നിനക്ക് എന്ത് ഇതുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നൊക്കെയുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലുകളിലൂടെ നമ്മുടെ ആ ഒരു സെൽഫ് വർത്ത് വളരെയധികം കുറഞ്ഞു പോകുന്നതാണ് ആദ്യത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ അവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ഗ്രാൻഡിയോസിറ്റിയാണ്. ഗ്രാൻഡിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ് എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി നമ്മളെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാനാണ് ഈ ഒരു ഭൂഗോളത്തിൻ്റെ അച്ചുതണ്ട് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും ഉണ്ടായിരിക്കും. ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല, ഞാനെന്തോ ഭയങ്കര സംഭവമാണ്, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നത്, ഞാനെന്ന വ്യക്തിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഇതെല്ലാം കാണിക്കുന്നത് ഞാനാണ്, ഞാനത്ര പെർഫെക്റ്റാണ്, ഞാൻ അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയെല്ലാം സാധിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് പലപ്പോഴും ഈ ഒരു ഗ്രാൻഡിയോസിറ്റിയുടെ റീസണായിട്ട് വരുന്നത്. ഇത്തരം ഒരു ഗ്രാൻഡിയോസിറ്റി പ്രകടിപ്പിക്കുന്ന ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാവട്ടെ സ്വന്തം ഭാഗത്ത് നിന്ന് വരുന്ന പ്രശ്നങ്ങളെ ഒരിക്കലും കണക്കാക്കുന്നുമില്ല. അങ്ങനൊരു കാര്യം അവിടെ നടക്കുന്നതായിട്ട് ഈ ഒരു വ്യക്തി തിരിച്ചറിയുകയോ അല്ലെങ്കിൽ അതിനെ അക്നോളജ് ചെയ്യുകയോ ചെയ്യുന്നില്ല. കോൺസ്റ്റൻ്റ്ലി ഈ വ്യക്തി പറയുന്നൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ഞാനെന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്, നീ എന്ന് പറയുന്നത് വെറും ഒരു തൃണമാണ്. ഈ ഒരു ഇൻവാലിഡേഷനും അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ ഗ്രാൻഡിയോസിറ്റിയും നമ്മുടെ സെൽഫ് വർത്തിനെ പിന്നെയും ഹേർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ സെൽഫ് വർത്ത് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല. ഇനി ഇത്തരം ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരാളല്ല എന്ന് കരുതാം, അയാൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണെങ്കിൽ നാച്ചുറലി ആ വ്യക്തിയുടെ സെൽഫ് വർത്ത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഉദാഹരണത്തിന് ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് അവിടെ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, നമുക്ക് നമ്മുടെ സന്തോഷങ്ങളും നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് അവിടെ ഒരു പ്രയാസവും ഇല്ല. കാരണം അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ മുൻപിലുള്ള ഒരു വ്യക്തി അതിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്, മുൻപിലുള്ള വ്യക്തി നമ്മളെ അതിനനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് തരുന്നത്. ഇപ്പോൾ ഒരിക്കലും നമ്മളെ അഭിനന്ദിച്ച് നമ്മളെ എടുത്തു പൊക്കി ആഹ്ലാദിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല അവിടെ. പക്ഷേ നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് സന്തോഷങ്ങളെന്ന് പറയുന്നത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇൻവാലിഡേഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇനി അഥവാ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാം തൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ്, അതായത് ഞാൻ നിന്നെ അത്രയും നന്നായി വയ്ക്കുന്നത് കൊണ്ടാണ് നിനക്കത് നേടാൻ പറ്റിയത്, ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നീ ഇങ്ങനെ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്രെഡിറ്റും കൂടി എടുത്തു കൊണ്ടുപോകുന്നല്ലാതെ നമ്മുടെ സെൽഫ് വെർത്തിന് ഇച്ചിരി വേണ്ടുന്ന വെള്ളമോ വളമോ വെളിച്ചമോ ഒന്നും അതിന് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ആ സെൽഫ് വർത്ത് അവിടെ ഹേർട്ടാവുന്നതിന് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ഗ്രാൻഡിയോസിറ്റി വലിയൊരു റീസണാണ്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ എൻടൈറ്റിൽമെൻ്റ് ആണ്. എൻടൈറ്റിൽമെൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ അവകാശമാണ് എന്നുള്ള ആ വ്യക്തിയുടെ മനോഭാവമാണ്. ഇതെല്ലാം എൻ്റെ അവകാശമാണ്, ഇതൊക്കെ എനിക്ക് നീ ചെയ്തു തരേണ്ടുന്നതാണ്, നിൻ്റേതായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിന് ഇവിടെ യാതൊരു സാധ്യതയില്ല, നീ എനിക്ക് ചെയ്ത് തന്നു എന്ന് പറയുന്നതൊക്കെ നീ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്, അതിനകത്ത് പ്രത്യേകിച്ച് അതിശയിക്കാനൊന്നുമില്ല, ഇതൊക്കെ എൻ്റെ അവകാശങ്ങളാണ്, ഇതൊക്കെ നീ ചെയ്യേണ്ടത് തന്നെയാണ്, ഇതിലിപ്പോൾ അത്ര പറയാനെന്തിരിക്കുന്നു എന്നുള്ള ഒരു എൻടൈറ്റിൽമെൻ്റ് ഉണ്ട് അവിടെ. അതിനോടൊപ്പം തന്നെ ആ എൻടൈറ്റിൽമെൻറ്റ് പ്രകടമാവുന്നത് നിനക്ക് നിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അർഹതയില്ല എന്നുള്ളിടത്തും ആ ഒരു എൻടൈറ്റിൽമെൻറ്റ് പുറത്തു വരാറുണ്ട്. അതായത് നിനക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്ത് അർഹതയുണ്ട്, നിനക്കതിനുള്ള യാതൊരു ഇതുമില്ല, ഞാനാണ് ആ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്, ഇതെല്ലാം എൻ്റെ അവകാശങ്ങളാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഇതിനകത്തെ ഏതൊരു കാര്യങ്ങളും എൻ്റെ ഡിസിഷൻ മാത്രമായിരിക്കണം, എൻ്റെ സൗകര്യത്തിനനുസരിച്ചേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അതിന് വ്യത്യാസമായിട്ട് ഒരു കാര്യം ചെയ്യാൻ നീ ആരാണ്, ഞാനല്ലേ അവിടെ ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള ഈ ഒരു വ്യക്തിയുടെ അവകാശബോധവും എൻടൈറ്റിൽമെൻറ്റും അതിന് വലിയൊരു റീസണാണ്. പലപ്പോഴും ഈ ഒരു എൻടൈറ്റിൽമെൻറ്റ് തന്നെ പലപ്പോഴും കൾച്ചറൽ ആയിട്ടുള്ള റീസൺസും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഉദാഹരണത്തിന് പേട്രിയാർക്കലായിട്ടുള്ളൊരു സമൂഹമായതുകൊണ്ടും അതുപോലെ തന്നെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ പ്രായമായവരും നമ്മളെക്കാൾ മുതിർന്നവരെയും പറയുന്നതെല്ലാം അവർക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹവും കൂടി ആയതുകൊണ്ടും ഈ ഒരു എൻടൈറ്റിൽമെൻറ്റിന് കൾച്ചറൽ ആയിട്ടുള്ള സപ്പോർട്ട് വളരെ അധികമാണ്. നാലാമതായി
ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ ആ ഒരു എക്സിസ്റ്റൻസിനെ, നമ്മൾ എന്താണ് എന്നുള്ളതിനെ തീർത്തും ഇല്ലാതാക്കി കളയുന്ന, നമ്മളുടെ ഒരു നിലനിൽപ്പിനെ തന്നെ നിസ്സാരവൽക്കരിക്കുന്ന അടുത്ത ഇടപെടൽ എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളായിട്ടുള്ള ഒരു കോൺസ്ട്രക്റ്റ് അല്ല. അത് ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾക്ക് ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ ഗ്യാസ് ലൈറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ബോധി ക്ലിനിക്കിൻ്റെ ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. നമുക്ക് ക്ലിനിക്കിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളല്ല ഒരു ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ ഒരു ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതിനേക്കാളും കുറച്ചും കൂടി കൺഫ്യൂസിങ് ആണ്. ഉദാഹരണത്തിന്, ഈ ഒരു സ്പേസിൽ എങ്ങനെയാണ് ഗ്യാസ് ലൈറ്റിംഗ് നമ്മളുടെ ആ ഒരു സെൽഫിൻ്റെ എക്സിസ്റ്റൻസിനെ നെഗേറ്റ് ചെയ്യുന്നത്? അതായത് ഈ ഒരു വ്യക്തി അവിടെ പറയാണ്, ഈ പറയുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെ പറയാണ്, ഇപ്പോൾ പക്ഷേ നിനക്കിപ്പോൾ എന്തും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള ഒരു അഹങ്കാരമൊക്കെ ആണല്ലോ നിനക്കുള്ളത്. അല്ലെങ്കിൽ അപ്പോൾ നമ്മളുടെ ഒരു നീഡ് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഒപ്പീനിയൻ പറയുന്നതായിരിക്കും. വളരെ സ്വാഭാവികമായിട്ട് നമ്മളുടേതായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിൻ്റെ ഭാഗമാണല്ലേ നമ്മുടെ നീഡ്സും നമ്മളുടെ ഒപ്പീനിയൻസും എന്നൊക്കെ പറയുന്നത്, അല്ലേ? വളരെ നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ എക്സ്പ്രഷൻസ് ആണ് അതെല്ലാം. സോ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, നമ്മളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ, നമ്മളുടെ ഡിസ്കംഫർട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, നമ്മളുടെ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ കയറി വന്ന് നമ്മളുടെ സെൽഫിനെ നെഗേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അതായത് നമ്മളുടെ ഈ ഒരു നീഡ്സ് എക്സ്പ്രസ് ചെയ്യുന്നു, നമ്മളുടെ ഈ പറയുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നു. അവിടെ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ഇൻവാലിഡേഷനും എൻടൈറ്റിൽമെൻറ്റും എല്ലാം കൊണ്ടുവന്നതിന് ശേഷം നീ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ആരോടാണ് ഈ പറഞ്ഞിട്ട് വേദനിപ്പിക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നെ അത് എത്രമാത്രം ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുമ്പോൾ ഉടനെ അത് ഗ്യാസ് ലൈറ്റിങ്ങിലേക്ക് പോവുകയാണ്. കാരണം അവിടെ നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുകയാണ്, ഞാൻ എൻ്റെ ഈ ഒരു നീഡ് എക്സ്പ്രസ് ചെയ്തത് തെറ്റായിപ്പോയോ, ഞാൻ എൻ്റെ ഒപ്പീനിയൻ പ്രകടിപ്പിച്ചത് തെറ്റായിപ്പോയോ. നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്. ഇതിലേക്ക് ആ ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ കമ്പോണൻറ്റ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. ഇവിടെ വളരെ ബുദ്ധിപൂർവ്വം ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി ചെയ്യുന്നത് ആരാണ് വിക്ടിം, ആരാണ് ഒഫൻഡർ എന്നുള്ളത് തിരിച്ചു വയ്ക്കുക ചെയ്യുന്നത്. റൈറ്റ്? അതായത് ആരാണ് ഇവിടെ വിക്റ്റിമായിട്ടുള്ളത്? സ്വാഭാവികമായിട്ടും നമ്മുടെ നീഡ്സ് ഇൻവാലിഡേറ്റ് ചെയ്യപ്പെടുമ്പം നമ്മളാണ് അവിടെ വിക്റ്റിമാവുന്നത്. പക്ഷേ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി അതിനെ നേരെ തിരിച്ചു വെച്ചുകൊണ്ട് പറയാണ്, നീ എന്നെ ദ്രോഹിക്കുകയാണ്, നീ എന്നോട് ഇങ്ങനെ പറഞ്ഞ് എന്നെയാണ് നീ ഇവിടെ കഷ്ടപ്പെടുത്തുന്നത്, ഇതിൽ മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നേരെ നമ്മൾ അവിടെ ഒഫൻഡർ ആവുകയാണ്. നമ്മളാണ് ഈ ഒരു വ്യക്തി അബ്യൂസ് ചെയ്യുന്ന ആളായിട്ട് മാറുന്നത്. ഈ ഒരു വ്യക്തി അവിടെ വിക്റ്റിമായിട്ട് പിന്നിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ പറയാണ്, എന്നെ നീ നീ അല്ലെങ്കിലും ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഞാൻ കണ്ടില്ലേ ഞാൻ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുകയാണ് ഇതിനകത്ത്, ഞാൻ ചെയ്യുന്ന എഫേർട്ടൊന്നും ആരും കാണുന്നില്ല, ഞാൻ എടുക്കുന്ന ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് വരുന്ന കാര്യങ്ങളെ മാത്രം കൂടുതൽ അതിനെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വ്യക്തി വിക്ടിമൈസ്ഡ് ആവുന്നത് പലപ്പോഴും ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റാണ്. ഇതേ ഡൈനാമിക് തന്നെ ആ ഒരു ഗിൽറ്റ് ട്രിപ്പിങ്ങിലേക്ക് നയിക്കുന്നുണ്ട്. അതായത് നമ്മൾക്ക് അവിടെ ഫീൽ ചെയ്യുന്ന ഒരു കുറ്റബോധം ഉണ്ടല്ലേ, ഈ പറയുന്ന വിക്ടിമിനെ ഒഫൻഡറാക്കി മാറ്റുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കുറ്റബോധമുണ്ട്, ഒരു ഗിൽട്ടുണ്ട്. ഞാനങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഈ വ്യക്തിക്ക് ഇത്രയും ഹേർട്ടായത്, കണ്ടോ ഇത്രയും വൾണറബിളായിട്ടുള്ള ഇത്രയും പാവം പിടിച്ചൊരു വ്യക്തിനെയാണോ ഞാൻ ഇത്രയും പറഞ്ഞത്, ഞാൻ എൻ്റെ നീഡ്സൊക്കെ അങ്ങനെ എക്സ്പ്രസ് ചെയ്തതുകൊണ്ടല്ലേ ഈ വ്യക്തിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാനങ്ങനെ എൻ്റെ അഭിപ്രായം അങ്ങനെ തുറന്നു പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള ഫീലിങ്ങിലേക്ക് നമ്മൾ ചെല്ലുകയും ആ ഒരു ഗിൽറ്റ് ട്രിപ്പിങ്ങിലേക്ക് നമ്മൾ വീഴുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തിലേക്കാണ്? ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്ന ആ വലിയൊരു പൂളിലേക്കാണ് ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളപ്പോൾ അവിടെ ഇതിനോട് എടുക്കുന്ന ഡിഫെൻസ് എന്താണ്? നമ്മൾ പിന്നെയും ഈ ഡൈനാമിക്കിനെ പറ്റി അവെയർ അല്ലാത്തത് കൊണ്ടും കോൺഷ്യസ് അല്ലാത്തത് കൊണ്ടും പിന്നെയും നമ്മൾ നമ്മുടെ സെൽഫിനെ കൊണ്ടുപോയി കിണറ്റിലിടുകയും പിന്നെയും നമ്മൾ ഈ ഒരു കാര്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, പ്രശ്നങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലും ഇടപെടുകയാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത്തരം ഡൈനാമിക്സ് എല്ലാം തന്നെ അവിടെ നമ്മളുടെ ആ ഒരു സെൽഫ് വെർത്തിനെ ഹേർട്ട് ചെയ്യുകയും നമുക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട്, നമുക്ക് എന്തെല്ലാമാണ് നമ്മുടെ കടമകൾ എന്നുള്ളതിലേക്ക് ഹേർട്ട് ചെയ്യുകയും
അവിടെ നമ്മളുടെ ബൗണ്ടറി ബ്രേക്ക് ചെയ്തുകൊണ്ട് പിന്നെയും ഈ ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രവും ഈ ഒരു വ്യക്തിയുടെ എൻടൈറ്റിൽമെൻറ്റിന് വേണ്ടി മാത്രവുമുള്ള ഒരു ഒബ്ജക്റ്റായിട്ട്, ഒരു ടൂളായിട്ട് നമ്മൾ മാറുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. പലപ്പോഴും ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ആവശ്യമെന്ന് പറയുന്നത് തൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ആരും നോ പറയാതെ ആ ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു വ്യക്തിയെ കംഫർട്ടബിൾ ആക്കി മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ തന്നെ അറിയാതെ അതിൽ പെട്ടുപോകുന്നതാണ് ഈ പറഞ്ഞ ഡൈനാമിക്കുകളെല്ലാം തന്നെ. പലപ്പോഴും ഈ പറഞ്ഞ ഡൈനാമിക്കുകളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മളുടെ സെൽഫ് തന്നെ, അല്ലെങ്കിൽ സെൽഫിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ നെഗേറ്റഡ് ആയി പോകുന്നതിൻ്റെ റീസൺ. നമ്മളുടെ സെൽഫ് തന്നെ നെഗേറ്റഡ് ആയി പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന രീതിയിലൂടെ നമ്മളുടെ ബൗണ്ടറീസ് നിരന്തരം ബ്രേക്ക് ചെയ്യപ്പെടുകയും നമ്മുടെ തന്നെ അവകാശങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഒരു ബോധ്യം ഇല്ലാതായി മാറുകയും ചെയ്യും. കാരണം സെൽഫ് വർത്ത്, ഒരു മിനിമം, അതായത് എനിക്കൊരു മൂല്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചാലല്ലേ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുള്ളൂ. നമ്മുടെ സെൽഫിൻ്റെ ബൗണ്ടറീസ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും മൂല്യമുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നിയാലാണ് അല്ലേ. അതായത് മൂല്യവത്തായിട്ടുള്ളൊരു വസ്തുവിനെയാണ് നമ്മൾ ബൗണ്ടറീസിലൂടെ സൂക്ഷിച്ച് വെക്കുക. അല്ലാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ എവിടെയെങ്കിലുമൊക്കെ വലിച്ചു വാരിയിടുകയല്ലേ നമ്മൾ ചെയ്യുക അല്ലേ. അതേപോലെ തന്നെ നമ്മളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ആ ഒരു സെൽഫ് വർത്ത് ഇല്ലാതെ വരുമ്പോഴത്തേക്കും, സെൽഫ് വർത്ത് ഈ പറയുന്ന റിലേഷൻഷിപ്സിലൂടെ നഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ മൂല്യവത്തായ ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എന്നും എന്നെ ഞാൻ ടേക്ക് കെയർ ചെയ്യട്ടെ, എൻ്റെ അവകാശങ്ങളെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ, എനിക്ക് വേണ്ടി ഞാൻ സ്പേസ് കൊടുക്കട്ടെ, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ സ്ഥാനം കൊടുക്കട്ടെ എന്നൊന്നും നമുക്കവിടെ ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ റീസൺ നമുക്ക് ആ ഒരു സെൽഫ് വർത്തിനെ ഈ പറഞ്ഞ ഡൈനാമിക്കിലൂടെ ഹേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് ഇത്തരം ഡൈനാമിക്സിനെ പറ്റി തിരിച്ചറിയുന്നത് നമുക്ക് സഹായിക്കും. കാരണം ഈ പറയുന്ന ഞാനല്ല ഇവിടെ തെറ്റ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്നത് ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ആ ഒരു സെൽഫിൽ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അതിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുക തെറപ്പിയാണ്. തെറാപ്പി എന്ന് പറയുന്ന ഒരു സ്പേസിൽ, പ്രത്യേകിച്ചും ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള തെറാപ്പിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു നമ്മുടെ സെൽഫ് എന്നുള്ളതിനെ തിരിച്ചറിയാനും അതിൽ വർക്കൗട്ട് ചെയ്യാനും ചെയ്യുന്നൊരു സ്പേസ് വേറെ ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കുകയില്ല. ആ തെറപ്പിയിലൂടെ ലഭിക്കുന്ന ആ ഒരു ക്ലാരിറ്റിയും അതേപോലെ തന്നെ ആ ഒരു ഇമോഷൻസ് ലിഫ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതും. ഉദാഹരണത്തിന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കും, ഗിൽട്ട് ഉണ്ടായിരിക്കും, നമുക്ക് തോന്നുന്ന ഷെയിം ഉണ്ടായിരിക്കും, നമ്മളെ തന്നെ ഫീൽ ചെയ്യുന്ന ബ്ലെയിം ഉണ്ടായിരിക്കും. ഇതെല്ലാം തന്നെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ, നമ്മൾ അൺകോൺഷ്യസ്ലി തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ മാറ്റം വരണമെങ്കിൽ പലപ്പോഴും തെറപ്പിയാണ് നമ്മളെ സഹായിക്കുക. ഇത് കൂടാതെ ഇപ്പോൾ എനിക്ക് തെറാപ്പി എടുക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സജസ്റ്റ് ചെയ്യുക ബോധി ക്ലിനിക്കിൻ്റെ ലെറ്റ്സ് ഡിഫറൻഷ്യേറ്റ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനാണ്. കാരണം അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ പറയുന്ന ഡൈനാമിക്കുകളും നമ്മുടെ സെൽഫിനെ ഇതെങ്ങനെ ബാധിക്കുന്നുവെന്നും, പ്രത്യേകിച്ചും ലെറ്റ്സ് ഡിഫറൻഷ്യേറ്റ് വർക്ക്ഷോപ്പിനകത്തെ അവസാനത്തെ 4 മന്തിലെ ഒരു സെൽഫിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ നമ്മളെ സഹായിക്കും. റൈറ്റ് നൗ എനിക്ക് തെറാപ്പി എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് ആ ലെറ്റ്സ് ഡിഫറൻഷ്യേറ്റ് വർക്ക്ഷോപ്പിലൂടെ ഒരുപാട് കാര്യങ്ങളിൽ വർക്ക് ചെയ്യാനും പിന്നീട് നമുക്ക് ഓക്കെ ആവുന്ന സ്പേസിൽ നമുക്ക് തെറാപ്പിയിലൂടെ മുന്നോട്ട് പോകാനും സഹായിച്ചേക്കും. എല്ലാവർക്കും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു കോണ്ടെക്സ്റ്റും ഈ പറയുന്ന കൺസെപ്റ്റും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.